മാനവിക മൂല്യങ്ങളും ധാർമ്മിക ചിന്തയും നഷ്ടപ്പെട്ട ആധുനിക ലോകത്ത് അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശങ്ങൾ മുറുകെ പിടിച്ച ഉന്നതമായ ആത്മീയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രമുഖ സൂഫി വര്യൻ ഖുതുബുസ്മാൻ ഡോക്ടർ ഷൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് ഗൗസിയ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷൈഖ് മുഹമ്മദ് ഇസ്മായിൽ മുസ്ലിയാർ കിടങ്ങഴി അഭിപ്രായപ്പെട്ടു. മഹാനായ സഹാബിയുടെ മാർഗം ഇതില്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ പ്രഭാഷണം ഉണ്ടാകും, ഇൽമിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും, ദിക്റിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും, പക്ഷേ എല്ലാ തമ്മാടിത്തരം നാട്ടിലുണ്ടാകും. കാരണം എന്താ? ഇത് സ്വഹാബത്ത് കൈമാറിയ ദീൻ നമ്മുടെ നാട്ടിൽ കാണുന്നില്ല അല്ലേ? അപ്പോൾ ഇത് സഹാബാക്കളുടെ കാലശേഷം കഴിഞ്ഞു ഇല്ല. മഹാനായ ഷേഖ് ജീലാനി റളിയല്ലാഹുവിൻ്റെ പേരിൽ ആണ്ട് നടക്കും എല്ലായിടത്തും, മൊയ്‌ദീൻ ഷേഖിൻ്റെ ആണ്ട്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ടൊരു ചോറുണ്ടാകും, ആ ചോറ് കഴിച്ചിട്ട് നല്ല ചോറും കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. അതിലൊരു ഉസ്താദിൻ്റെ വേദുണ്ടാകും. എന്നിട്ട് എന്താ വേദിൽ പറയുക? തുരീക്കത്തേര് ഇറങ്ങിക്കണം, അങ്ങോട്ട് പോകണ്ട. എന്നിട്ട് മൊയ്‌ദീൻ ഷേഖ് റളിയല്ലാഹുവിൻ്റെ പേരിൽ ആ കാലഘട്ടത്തിൻ്റെ ജമാൻ്റെ കുത്തുബിനെ പച്ചർച്ചി തിന്നിട്ട് അങ്ങോട്ട് പോകും. എന്നാലോ ഗൗസുല്ലാദം പറഞ്ഞു, ഒരാൾക്ക് ഷെയ്ഖില്ലെങ്കിൽ അവൻ്റെ ഷെയ്ഖ് ഷെയ്ത്താന, മല്ലമെക്കുല്ലോ ഷെയ്ഖുൻ ഫൈബിലീസ് ഷെയ്ഖു. ഒരാൾക്ക് ഷെയ്ഖില്ലെങ്കിൽ അവൻ്റെ ഷെയ്ഖ് ഷെയ്ത്താന, അത് ഈ ഷെയ്ത്താൻ പറയില്ല. ജീലാനി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച ഖുതുബുസ്മാൻ നവോത്ഥാനം നിലയ്ക്കുന്നില്ല എന്ന പ്രമേയത്തിൽ ഖുതുബുസ്മാൻ അനുസ്മരണ സമ്മേളനം കൊപ്പം ഷാഹ് ഉസ്മാൻ ജിലാനി നഗരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്തരികവും ബാഹ്യവുമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ സമ്പൂർണ്ണ രൂപമാണ് ഖുതുബുസ്മാൻ സമൂഹത്തിന് കൈമാറിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷാഹ് സയ്യിദ് ഷറഫുദ്ദീൻ ജിലാനി വല്ലപ്പുഴ അധ്യക്ഷനായി. ഫളുള്ള ഫൈസി വലിയോറ, ഷാഹ് സാദിഖ് ജിലാനി കുന്നുംപുറം, ഷാഹ് ഹംസ ജിലാനി മണ്ണാർക്കാട് തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. ഷെയ്ഖ് വേണമെന്ന് സമർത്ഥിച്ചു. ഷെയ്ഖുണ്ടായാൽ പോരാ, ദിക്ർ സ്വീകരിക്കണം. ഷെയ്ഖിൽ നിന്ന് ദിക്ർ സ്വീകരിക്കണം, ഖൽബിയായ ദിക്ർ സ്വീകരിക്കണം. ഖദ് അജ്മഅൽ ഉറാഫ് ജുല്ലുഹും അലാ അൻ അഫ്ളല ത്വാആതി ലില്ലാഹിൽ ഉലാ ഇഫ്ളുൽ അൻഫാസിൻ യകൂനു ദുഖൂലുഹാ വ ഖുറൂജുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖലാ. നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു പവിത്രമായ പാവനമായ ആശയമായിരുന്നു സഹോദരങ്ങളെ അത്. ഇസ്ലാം സംഘടനവൽക്കരിക്കപ്പെട്ടതോടെ അതെല്ലാം എടുത്തുപോയി. മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന ആ അൽക്കിയ എന്ന കിതാബ് തന്നെ പഠിപ്പിക്കപ്പെടാതെയായി. ഔലിയാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഏറ്റവും പരിപൂർണമായ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ശ്വാസോച്ഛ്വാസം ദിക്റിലൂടെയാവുക എന്നതാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ശ്വാസം അകത്തേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് കടക്കുകയും ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് അൽക്കിയയിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കേരള ജനത പഠിക്കുമായിരുന്നു. കേരള മുസ്ലിമീങ്ങൾക്കത് സർവ്വവ്യാപകമായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷെ അത് നിലച്ചുപോയി. ബ്രിട്ടീഷുകാർ വളരെ കുതന്ത്രപരമായി ഔലിയാക്കളുടെ നേതൃത്വം മുസ്ലിമീങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. വാഗൺ ട്രാജഡിയിൽ കൂടുതലായി നമ്മുടെ കുരുവമ്പലം ഇവിടെ പരിസര പ്രദേശത്തുള്ള മുസ്ലിംമാരായിരുന്നു, മുസ്ലിംകുട്ടികളായിരുന്നു അതിൽ വലിയൊരു വിഭാഗം. 1920-കളിൽ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ, നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരൊക്കെ ത്വരീഖത്തുകാരായിരുന്നു. മഹാനായ ഗൗസുൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഖലീഫയായിരുന്നു നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ. അവരുടെ ഖലീഫയായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അവരുടെ അനുയായി വൃന്ദം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായിരുന്നു. ഈ ഈമാനികമായ മനക്കരുത്തും നിശ്ചയദാർഢ്യവും ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ പടയോട്ടം നടത്താനുള്ള ആത്മവീര്യം അവർക്ക് ലഭിച്ചത് ഔലിയാക്കളുടെ നേതൃത്വത്തിൽ നിന്നാണ്. ഷെയ്ഖ് മുരീദ് ഈ പ്രവണതയിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വളരെ കുതന്ത്രപരമായി മറ്റാരും അറിയാതെ അവർ മാത്രം അറിഞ്ഞു അവരുടെ അജണ്ട, അവരുടെ ലക്ഷ്യം. അങ്ങനെ അന്നുണ്ടായിരുന്ന പല പണ്ഡിതന്മാരെയും അവർ പറഞ്ഞ് സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടനയ്ക്ക് കീഴിൽ മുസ്ലിമീങ്ങളെ കൊണ്ടുവരണമെന്ന്
അവരുടെ ശ്രമഫലമായി അത് തത്വത്തിൽ അന്നുള്ള പണ്ഡിതന്മാർ പലരും അംഗീകരിക്കുകയും അതനുസരിച്ച് സംഘടന രൂപീകരിക്കപ്പെട്ടു 920കളിൽ. ഷെയ്ഖ് അബ്ദുറഹിമാൻ ഹുസൈനി കോട്ടപ്പുറം, ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ എട്ടിക്കുളം, ഷെയ്ഖ് അബ്ബാസ് ഫൈസി വഴിക്കടവ്, ഷെയ്ഖ് മജീദ് ഹുദവി പൂങ്ങോട്ട്, KA നാസർ സാഹിബ് പട്ടാമ്പി, അബ്ദുൽ ജബ്ബാർ ജിലാനി, നജ്മുദ്ദീൻ ജിലാനി ചേളാരി, മുനീസ് ജിലാനി തുടങ്ങിയവർ പങ്കെടുത്തു. മുഹമ്മദ് മുസ്തഫ മന്നാനി പുല്ലൂർ ഉസ്മാൻ ജിലാനിയുടെ ഖബർ സിയാറത്തിന് നേതൃത്വം നൽകി. നാസർ ഹുദവി സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ തിരുവേഗപ്പുറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായൊരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ടിക്. നൂതനമായ EF കളറും VVS ക്ലാരിറ്റിയും ഒത്തുചേർന്ന് IGS സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. കൂടാതെ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് ഓർണമെന്റ്സ്, ജന്മനക്ഷത്ര കല്ലുകൾ, നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും. മാത്രവുമല്ല, മറ്റാരും നൽകാത്ത ബൈബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ, അറിഞ്ഞു വിൽക്കാൻ. മിത്ര ഡയമണ്ട് ബോട്ടിക്, താഴെപ്പാലം, തിരൂർ. ഫോൺ 04942429 699.